മാർച്ച് 11 മുതൽ 15 വരെ ഫ്ലിപ്കാർട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് സ്മാർട്ട് വാച്ചുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഈ പറയുന്നതിൽ വിട്ടുപോയ ബ്രാൻഡുകൾ അതുപോലെ തന്നെ വിട്ടുപോയ മോഡൽസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ഞാൻ റിപ്ലൈ തരുന്നതാണ്. കൂടാതെ ഈ സ്മാർട്ട് വാച്ചുകളുടെ ഒക്കെ തന്നെ സ്ട്രാപ്പുകൾ മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ ദീപ് സ്റ്റോറിൽ ഇൻസ്റ്റലുള്ള ദീപ് സ്റ്റോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എൻ്റെ സ്വന്തം സ്റ്റോർ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം പുതിയ വാച്ചുകൾ വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ വാച്ച് വാങ്ങിച്ചവരും സ്ട്രാപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പോവുക. വാച്ച് സ്ട്രാപ്പുകൾ മാത്രമല്ല ഇയർബഡുകളുടെ കേസസും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റിലും അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോയ്സിലേക്ക് വരാം. കാലിബർ ബസ് അഡ്വാൻസ് 1999 രൂപ നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ 1599 രൂപയ്ക്ക് ലഭ്യമാകുന്നത്. കൂടാതെ കളർ ഫിറ്റ് ഐക്കൺ 2 2399 നോർമൽ റേറ്റ്, 1799 ആയിരുന്നു കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിലെങ്കിൽ ഇപ്പോൾ നമുക്കത് 1699 കിട്ടുന്നുണ്ട് കേട്ടോ. കൂടാതെ ഐക്കൺ ബസ് 1999 പ്രോഡക്റ്റ് 1499 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്പോൾ ഒരു 100 രൂപ കൂടി കൂടിയിട്ടുണ്ട്, 1599 ലഭ്യമാകുന്നത്. കൂടാതെ കാലിബർ ഗോ 1799 പ്രോഡക്റ്റ് 1299 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, എന്നാൽ ഇപ്പോൾ അത് 1099 രൂപയ്ക്ക്, അതായത് നമുക്ക് കുറച്ച് കാശ് 200 രൂപ ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും. കൂടാതെ ഇവോൾവ് 3 നിങ്ങൾക്കൊരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് വേണം, കൂടാതെ അമോലോ ഡിസ്പ്ലേ ആയിരിക്കണം, 3000 രൂപയ്ക്കുള്ളിലാണ് നിങ്ങളുടെ റേഞ്ചെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. 4499 നോർമൽ റേറ്റ്, പക്ഷേ ഇപ്പോൾ നമുക്കത് 2999 രൂപയ്ക്ക്, കഴിഞ്ഞ പ്രാവശ്യം അത് 3299 രൂപയ്ക്കായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ റേറ്റ്. എന്നാൽ പോലും ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ലാഭകരമാണ്. ഇവോൾവ് 3യുടെ റേറ്റ് കുറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ബോൾട്ടിന് നമ്മുടെ റോവർ ഇറങ്ങിയല്ലോ, അതായപ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. അത് സംശയമല്ല, ഉള്ളത് തന്നെയാണ്. കൂടാതെ കാലിബറിലേക്ക് വരണമെങ്കിൽ 1599 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. പൊതുവെ എന്താ പറയുക 1199 999 കാലിബർ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാശത്തി കൂടിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ കോർ2 ബസ് 1999 പ്രോഡക്റ്റ് 1499 ക്യൂബ് SPO2 ചെറിയ ഡിസ്പ്ലേ ഉള്ള പ്രോഡക്റ്റ് ആണ്, 1499 പ്രോഡക്റ്റ് ഇപ്പോൾ 1199 ലഭ്യമാകുന്നത്. സത്യം പറഞ്ഞാൽ ക്യൂബ് SPO2 1199 വാങ്ങിക്കുന്ന നഷ്ടമെന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. കൂടാതെ വിഷൻ 2 ബസ് നിങ്ങൾക്ക് അമോലോ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ച് വേണം, സ്ക്വയർ ആയിരിക്കണം, അതുപോലെ തന്നെ കോളിംഗ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വിഷൻ 2 ബസ്സിലേക്ക് പോകാം. 3499 നോർമൽ റേറ്റ്, ചില സമയങ്ങളിൽ 2999 കാണാറുണ്ട്, എന്നാൽ ഇപ്പോൾ അത് 2499 ലഭ്യമാകുന്നു. കൂടാതെ കളർ ഫിറ്റ് ലൂപ്പ് 3999 പ്രോഡക്റ്റ് 1799 ലഭ്യമാകുന്നു. കൂടാതെ കളർ ഫിറ്റ് പ്രോ 4 3499 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 2999 കഴിഞ്ഞ പ്രാവശ്യവും ആ ഒരു റേറ്റ് തന്നെയായിരുന്നേ. ഇനി വിഷൻ 2 നമ്മുടെ ചാനൽ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്, 2999 പ്രോഡക്റ്റ് 1999 ലഭ്യമാകുന്നു. 2000 രൂപയ്ക്കുള്ള ഒരു അമോലോ ഡിസ്പ്ലേ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല കേട്ടോ. എക്സ്ഫിറ്റ് HRX മോഡൽ നോക്കുവാണെങ്കിൽ 2999 പ്രോഡക്റ്റ് ഇപ്പോൾ 1299 കഴിഞ്ഞ പ്രാവശ്യവും അത് തന്നെയായിരുന്നു റേറ്റ്. കൂടാതെ കാലിബർ 2 1599 പ്രോഡക്റ്റ്, അത് അത്യാവശ്യം നല്ല ലാഭമാണ്, 1299 കിട്ടുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് 1500 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 200 രൂപ കൂടി കുറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിലും എടുത്ത് പറയേണ്ട ഒരു സവിശേഷത കേട്ടോ. ഇനി ബോട്ടിലേക്ക് വരണമെങ്കിൽ വേവ് ഇൻഫിനിറ്റി 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഇറങ്ങിയ സാധനം 2499 മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് 2299 ലഭ്യമാകുന്നു. 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. വേവ് ഇൻഫിനിറ്റി ഒരു എന്താ പറയുക, നമുക്ക് ക്രൗൺ വർക്കിംഗ് ഫംഗ്ഷണൽ ക്രൗൺ ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ട് ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ളൊരു പ്രോഡക്റ്റ് വേണമെങ്കിലും ഇതിലേക്ക് പോകാം. കൂടാതെ സ്റ്റോം കോൾ 2099 പ്രോഡക്റ്റ് ഇപ്പോൾ 1599 കിട്ടുന്നു. കൂടാതെ വേവ് ബീറ്റ് 1799 പ്രോഡക്റ്റ് 1199 കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റോം കോളിലാണെങ്കിലും വേവ് ബീറ്റിലാണെങ്കിലും പറയണമെങ്കിൽ കഴിഞ്ഞ ബിഗ് സേവിംഗ് ഡേയ്സിനെക്കാളും 100 രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. കൂടാതെ വേവ് കണക്ട് 3499 പ്രോഡക്റ്റ് 2999 രൂപയ്ക്കാണ് കിട്ടുന്നത്. കൂടാതെ വേവ് ആർക്കേഡ് 2999 പ്രോഡക്റ്റ് 1799 വേവ് നിയോ 1999 പ്രോഡക്റ്റ് 1299 കഴിഞ്ഞ അതേ ആ ഒരു ഓഫർ റേറ്റിന് തന്നെയാണ് കിട്ടുന്നത്. കൂടാതെ സ്റ്റോം പ്രോ കോൾ 4499 പ്രോഡക്റ്റ് 2799 കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അത് 2999 ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് ലാഭമാണ് ഇപ്പോൾ. കൂടാതെ സ്റ്റോം 2299 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 2499 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും 1199
199 കിട്ടുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഡീലാണ്, വർത്ത് ഡീൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ സ്റ്റോം പ്രോ 3999 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 2499 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1999 കിട്ടുന്നു. എന്തായാലും ഇവിടെ ഈ ഒരു ബോട്ടിലേക്ക് വരുവാണെങ്കിൽ പല പ്രോഡക്റ്റുകളും ഇപ്പോൾ നമുക്ക് വലിയ ലാഭകരമായിട്ട് വാങ്ങിക്കാമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇനി ഡിസോയിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ആർ 3499 പ്രോഡക്റ്റ് 2999 കിട്ടുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3299 ആയിരുന്നേ. വാച്ച് ഡി 1999 പ്രോഡക്റ്റ് 1799 കഴിഞ്ഞ പ്രാവശ്യം വന്നെങ്കിൽ ഇപ്പോൾ അത് 1599 വരുന്നു. കൂടാതെ വാച്ച് 2 സ്പോർട്സ് 1799 പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 1599 ആണെങ്കിൽ ഇപ്പോൾ അത് 1199 കിട്ടുന്നു. കൂടാതെ വാച്ച് പ്രോ 3799 പ്രോഡക്റ്റ് 2799 ആണ് ഇപ്പോൾ കിട്ടുന്നത്. കൂടാതെ വാച്ച് ആർ ടോക്ക് 4999 പ്രോഡക്റ്റ് വില കുറഞ്ഞിട്ടുണ്ട്, 3799 രൂപ. വാച്ച് ഡി ടോക്ക് 3499 ആ സെയിം റേറ്റ് തന്നെയാണ്, മാറിയിട്ടില്ല, കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. കൂടാതെ വാച്ച് ആർ ടോക്ക് ഗോ 4499 പ്രോഡക്റ്റ് കുറച്ച് നാളായിട്ട് 3999 വന്ന് നിൽക്കുന്നത്, അത് തന്നെയാണ് ഇപ്പോഴും 3999 രൂപ. കൂടാതെ വാച്ച് ഡി അൾട്ര 3299 പ്രോഡക്റ്റ് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല, ആ സെയിം റേറ്റ് ആണ്. കൂടാതെ വാച്ച് ഡി ഷാർപ്പ് 1799 പ്രോഡക്റ്റ് 1299 ലഭ്യമാകുന്നു. കൂടാതെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് വാച്ച് ഡി 2, പക്ഷേ വില കൂടിയിട്ടേ ഉള്ളൂ. അതായത് 1999 രൂപ, 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയാണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി റിയൽമിയും അതുപോലെ തന്നെ റിയൽമി ടെക് ലൈഫും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിലയും കൂടുതലാണ്, അതുപോലെ തന്നെ പലതും സ്റ്റോക്ക് ഔട്ട് വകയാണ്. സോ അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് പറയാൻ പോകുന്നില്ല. ഡിഫൈയിലേക്ക് വരുവാണെങ്കിൽ സ്പേസ് 1699 പ്രോഡക്റ്റ് 999 കിട്ടുന്നു. കൂടാതെ സ്പേസ് പ്രോ 1799 പ്രോഡക്റ്റ് 999. സ്പേസ് പ്രോ ആക്ച്വലി നോട്ട് ഡെലിവറബിൾ ആണ്, എൻ്റെ പിൻകോഡിലാണോ അറിയത്തില്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സ്പേസും അതുപോലെ തന്നെ സ്പേസ് പ്രോയും നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഒരു സെയിം റേറ്റ് ആണെങ്കിൽ പോലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സ്പേസ് പ്രോ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് തിൻ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്പേസിലേക്കും പോകുന്നതിൽ തെറ്റില്ല എന്ന് പറയാം. ഇനി ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ, ബോൾട്ട് ഇപ്പോൾ പൊതുവേ എന്താ പറയുക, ഇപ്പോൾ വാച്ച് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഇയർബഡ് ആണെങ്കിലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എൻ്റെ ചാനൽ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബോൾട്ട് ഞാൻ പൊതുവെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നു. കാരണം ഡ്യൂറബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ വാറണ്ടി വളരെ മോശമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് പ്രോഡക്റ്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റിയോട് അതുപോലെ തന്നെ വാറണ്ടിയൊക്കെ നല്ല രീതിക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഡ്രിഫ്റ്റിലേക്ക് വരണമെങ്കിൽ 2999 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1499 കിട്ടുന്നു. അവരുടെ ആദ്യത്തെ 2 സ്മാർട്ട് വാച്ചുകളാണ്, ഒന്ന് ഡ്രിഫ്റ്റും അതുപോലെ തന്നെ കോസ്മിക്കും. ഡ്രിഫ്റ്റിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, കോസ്മിക്കിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ല, അത് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അതിന് 1599 ആയിരുന്നേ, ഇപ്പോൾ പക്ഷേ അത് 1499 കിട്ടുന്നു. എന്തായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ അവരുടെ തന്നെ അടുത്ത സ്മാർട്ട് വാച്ച് ഇപ്പോൾ ഉണ്ട്, ഡ്രിഫ്റ്റ് പ്ലസ്. ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ, 1499 ഇപ്പോഴും അതിനാണ് റേറ്റ് കേട്ടോ. ഇനി കോസ്മിക്കിലേക്ക് വേണമെങ്കിൽ 1999 വന്ന പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം 1199 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും 999 ലഭ്യമാകുന്നു. അതുപോലെ തന്നെ റിഡ്ജ് 2999 പ്രോഡക്റ്റ് 1499 കിട്ടുന്നു. കൂടാതെ റോവർ, എല്ലാവരും ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു റോവർ എന്ന് പറയുന്നത്. 2999 പ്രോഡക്റ്റ് 3499 നോർമൽ റേറ്റിലേക്ക് പോയി. ചില സമയത്ത് എനിക്ക് തോന്നുന്നു 3999 ഞാൻ കണ്ടു എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ നമുക്ക് 2999 രൂപയ്ക്ക് ലഭ്യമാകും. അതായത് 3000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാം. ഇപ്പോൾ പൊതുവേ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ റോവർ വാങ്ങിക്കണോ അല്ല ഇവോൾവ് 3 വാങ്ങിക്കണം എന്നുള്ളത്. ഉറപ്പായിട്ടും അടുത്ത് തന്നെ ഞാനൊരു കമ്പാരിസൺ ചെയ്യാൻ കേട്ടോ. 3000 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും ഈ 2 പ്രോഡക്റ്റുകളും ബെറ്റർ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ റോവറും അതുപോലെ തന്നെ ഡിസോ വാച്ച് ആർ ടോക്കാണ് തോന്നുന്നു, അത് രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ആ 2 പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടായിരുന്നു ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവോൾവ് 3യും അതുപോലെ തന്നെ റോവറും എങ്ങനെയുണ്ട്, കമ്പാരിസൺ എന്താണെന്നുള്ളത്. എന്തായാലും ഉടൻ തന്നെ ഞാനത് ചെയ്യുന്നതാണ്. ഇനി ആംബ്രെയിനിലേക്ക് വരുവാണെങ്കിൽ വൈസ് ഗ്ലൈസ് ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അമോലോ ഡിസ്പ്ലേയുള്ള ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച് ആണ് ആംബ്രെയിൻ എന്നുള്ള. അവരുടെ ആദ്യത്തെ ആണെന്ന് തോന്നുന്നു അമോലോ ഡിസ്പ്ലേയുള്ള വാച്ച്. 1999 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഇറങ്ങിയത്. ആ സമയത്താണ് ഞാൻ വാങ്ങിച്ചത്. 2999 നോർമൽ റേറ്റിലേക്ക് മാറിയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അതിന് 2499 ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ വീണ്ടും വില പറഞ്ഞിട്ടുണ്ട്, 2299 ലഭ്യമാകുന്നു. കൂടാതെ വൈസ്റ്റോം 2499 പ്രോഡക്റ്റ് 1799 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമെങ്കിൽ ഇപ്പോൾ അത് 1599 മാറിയിട്ടുണ്ട്. കൂടാതെ വൈസിയോൺ 1999 ആയിരുന്നു നോർമൽ റേറ്റ് എങ്കിൽ 1499 രൂപ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോൾ അത് 1299 രൂപ. ഫ്ലെക്സിലേക്ക് വരുവാണെങ്കിൽ 1299 നോർമൽ റേറ്റിൽ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങിയ പ്രോഡക്റ്റ് 1799 രൂപ നോർമൽ റേറ്റ് വന്നെങ്കിൽ പോലും ഇപ്പോൾ അത് ആ സെയിം റേറ്റിലാണ്. കുറേ നാളായിട്ട് ഇപ്പോൾ ആ ഒരു 1799 കിട്ടുന്നത്. ആംബ്രെയിനിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് വൈസ് ഗ്ലൈസ് നല്ലൊരു
പ്രോഡക്റ്റ് ആണ്. 2299 രൂപ ഓക്കെ ആണ് കേട്ടോ. നിങ്ങൾക്കൊരു AMOLED ഡിസ്പ്ലേ ഒരു വാച്ച് വേണം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ വൈസ് ഗ്ലൈസിലേക്ക് പോകുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്തായാലും എനിക്കിപ്പോൾ ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ബ്രാൻഡുകളും അതുപോലെ തന്നെ മോഡൽസും. ഉറപ്പായിട്ടും ഞാൻ പറയാതെ വിട്ടുപോയ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്, എനിക്കറിയാം. ഫയർ ബോൾട്ട്, ഓൾട്ട്, പെബിളൊക്കെ. എന്തായാലും അതിൻ്റെയൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ വാച്ചുകൾക്ക് എന്താ പറയുക ഓഫർ ഉണ്ടോ, അല്ലെങ്കിൽ ആ വാച്ചുകളൊക്കെ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ തന്നെ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. വിട്ടുപോയതല്ല, ആക്ച്വലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ നോർമൽ ഓഫർ ഇല്ലാത്ത സമയത്തെ നോർമൽ റേറ്റുകൾ ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ലേ ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റ് ആണോ അത് നോർമൽ റേറ്റ് ആണോ എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. ഉറപ്പായിട്ടും അടുത്തൊരു ഓഫർ വരുമ്പോഴത്തേക്ക് ഞാൻ അതും ആ ബ്രാൻഡുകളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ബിഗ് സേവിംഗ് ഡേയ്സിൽ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് സ്മാർട്ട് വാച്ചുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൊണ്ട് എടുത്ത് പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിലെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ന്യൂസ് വായിക്കുന്ന പോലെ ഇരിക്കുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാലേ ഇതൊന്നും തന്നെ എനിക്ക് കാണാണ്ട് പറയാൻ അറിയത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ജസ്റ്റ് ഒന്ന് പാസ് ആവണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ അങ്ങോട്ട് പറയുന്നത്. നിങ്ങൾ സ്ഥിരം ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് വലിയ ഉപയോഗം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും നോർമൽ റേറ്റ് ഇത്രയായിരുന്നു, അതുപോലെ തന്നെ ഓഫർ റേറ്റ് ഇത്രയായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉറപ്പായിട്ടും അതിന് ആൻസർ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.